പുരാതന പരിരക്ഷാ നിയമങ്ങൾ മുഴുവനും പൊളിച്ചെഴുതേണ്ടതുണ്ട്. സ്ത്രീ അബലയല്ല, ദുർബലയല്ല. അവൾ സമത്വം, പുരുഷനോടൊപ്പം നിൽക്കേണ്ടവളാണ്. ഒപ്പത്തിനൊപ്പം കഴിവുള്ളവളാണ്. അവർക്ക് പുരുഷൻ്റെ അതേ ഡിഗ്രിയിൽ എല്ലാ കാര്യങ്ങളും സാമൂഹ്യ സ്റ്റാറ്റസ് ഉണ്ടാവേണ്ടതാണ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ വാദം. ഈ വാദക്കാർ തന്നെയാണ് പറയുന്നത് സ്ത്രീ അപകടന നേരിടുന്നു, ഡിസ്ക്രിമിനേഷൻ നേരിടുന്നു, സെക്ഷൽ അബ്യൂസ് നേരിടുന്നു, അന്തരീക്ഷത്തിൽ പോലും അവർ സുരക്ഷിതരല്ല, പൊതുസ്ഥലങ്ങളിൽ ഒട്ടും അന്തരീക്ഷമല്ല, തൊഴിലിടങ്ങളിൽ വലിയ പീഡനങ്ങളാണ് അവർ ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ട് അവർക്ക് പ്രത്യേക നിയമ സംരക്ഷണം വേണമെന്നും ഈ കൂട്ടർ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇത് വൈരുദ്ധ്യങ്ങളാണ്, ഇത് ശരിയല്ല. കാരണം ഒന്നുകിൽ അവർക്ക് പരിരക്ഷ വേണം, അത് നമുക്ക് മനസ്സിലാവും. അവർക്ക് തുല്യ നീതി വേണം എന്ന് പറഞ്ഞാൽ അതും നമുക്ക് മനസ്സിലാവും. പക്ഷെ അവർ പുരുഷന് സമമാണ് എന്ന് പറയുന്നത് ജീവശാസ്ത്രത്തെക്കുറിച്ചോ പ്രകൃതി നിയമത്തെക്കുറിച്ചോ നേരിയ ബോധമെങ്കിലുള്ള സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. സമത്വമില്ല. ഇനി പരിരക്ഷയുടെ കാര്യം വരുമ്പോൾ ഒരു പ്രത്യേക പരിരക്ഷ നൽകുകയാണെങ്കിൽ പ്രത്യേക നിയന്ത്രണങ്ങളും അതിനാവശ്യമാണ്.